ഇപ്പതേ പാച്ച വരെ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആണ്. ഇത് മിക്കവർക്കും കത്തിയിട്ടുണ്ടാവും. ഇനി കത്താത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത്. May 15, 2026 നമ്മുടെ സുപ്രീം കോടതിയിൽ ഒരു ഹിയറിംഗ് നടക്കുന്ന സമയത്ത് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ടുള്ള സൂര്യകാന്ത് സാർ നമ്മുടെ ഇന്ത്യയിലുള്ള അൺഎംപ്ലോയിഡ് യൂത്ത്സിനെ കോക്രോച്ചസിനും പാരസൈറ്റ്സിനും റെപ്രസെന്റ് ചെയ്തു. ഇത് നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നുണ്ടോ? ആൻഡ് ഇത് കേട്ട യൂത്തുകാർ അടങ്ങിയിരിക്കും തോന്നുന്നുണ്ടോ? ഇല്ല. പിറ്റേ ദിവസം May 16, 2026 തന്നെ ഒരു ഡിജിറ്റൽ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള അഭിജിത് ദിബ്കെ എന്ന് പറഞ്ഞ ഒരാള് ഒരു പാർട്ടി തുടങ്ങാണ്. അത് നമ്മുടെ റൂളിംഗ് പാർട്ടിയുടെ പേരിൽ ഭാരതീയ ജനതാ പാർട്ടി അല്ല ഭാരതീയ മാറ്റിയിട്ട് കോക്രോച്ച് ജനതാ പാർട്ടി എന്നിടാണ്. ആൻഡ് വെറും 5 ദിവസത്തിലാണ് ആ ഒരു പാർട്ടിക്ക് 10 മില്യൺ ഫോളോവേഴ്സ് അടിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തോരം സപ്പോർട്ടേഴ്സ് ആണ് ആ പാർട്ടിക്ക് ഉള്ളത്. ആൻഡ് മോർ ഓവർ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഒട്ടുമിക്ക യൂത്തുകളും അൺഎംപ്ലോയ്ഡ് ആയി പോകുന്നതെന്ന്? എല്ലാ യൂത്തുകളുടെ കേസ് ഞാൻ ഇവിടെ പറയുന്നില്ല, പക്ഷേ മോസ്റ്റ് ഓഫ് ദ യൂത്തും അൺഎംപ്ലോയ്ഡ് ആയി പോകുന്നത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഫോൾട്ട് കൊണ്ട് മാത്രമാണ്. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ റീസെന്റ് ആയിട്ട് നടന്ന നീറ്റ് എക്സാം. ഈ നീറ്റ് എക്സാം 1-2 ദിവസം കൊണ്ട് നമ്മൾ പഠിച്ചെഴുതുന്നല്ല. ഒരുപാട് വർഷം നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ച് പഠിച്ചിട്ട് നമ്മൾ ആ എക്സാം എഴുതി നമുക്ക് ഈസിയാണ്, നമുക്ക് നല്ല മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന പിള്ളേർ, ആ ഒരു പ്രതീക്ഷിച്ചിരിക്കുന്ന പിള്ളേർ കേൾക്കുന്ന ന്യൂസ് എന്താ? നീറ്റ് എക്സാം ക്യാൻസലായി, ഒരു നീറ്റ് ഉണ്ടാകും. ഇത് പിള്ളേരുടെ ഭാവി വെച്ച് കളിക്കുന്നല്ല. എന്തോരം വിഷമം ഉണ്ടാകും ഓരോ പിള്ളേർക്കും. ഇന്ത്യയിൽ ഇന്നും എന്തോരം പിള്ളേരാണെന്നറിയോ സ്കൂളിൽ പോകാത്തത്? എന്തോരം പിള്ളേർ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പിള്ളേരാണെന്നറിയോ? ആൻഡ് ആസ് ഓഫ് 2026 1.17 മില്യൺ പിള്ളേരാണ് ഇപ്പോഴും അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളത്. ആൻഡ് ഇതിൽ മോസ്റ്റ് ഓഫ് ദ പിള്ളേരും ഹൈസ്കൂൾ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഹയർ ഗ്രേഡ് ലെവൽസിലോട്ട് എത്തുന്ന സമയത്ത് അവർ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയി പോവാണ്. ആൻഡ് ഇതിൻ്റെയൊക്കെ സിസ്റ്റം അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഫോൾട്ട് ആർക്കാണ്? നമ്മുടെ സിസ്റ്റത്തിനാണുള്ളത്. അതുകൊണ്ട് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവെങ്കിലും ചെയ്യാണ്ടിരുന്നൂടെ? ആൻഡ് ഓൾ ഐ ഹാവ് ടു സേ ഈസ് സ്റ്റാർട്ട് സ്പീക്കിംഗ് ഫോർ യുവർ ഓൺ സിസ്റ്റം, ഓർ എൽസ് ദ സിസ്റ്റം ഇസ് ഗോയിങ് ടു ഫൂൾ യു. ഓക്കെ, ബൈ.